അപ്പൊ നമുക്ക് ഈ പെസ്കോ 300 mg എത്ര രൂപയാണ്? ആ സമയത്ത് വേറെ മീഡിയക്കാർ അവിടെ സ്ഥിരം നിൽക്കുന്നുണ്ട്. വേറെ ഒരുപാട് പേര് അവരൊക്കെ കയറ്റാനും വീഡിയോ എടുപ്പിക്കാനും ഒന്നും. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അത് രേണുവിനെ ആണെങ്കിൽ രേണുവിനെ, കിച്ചുവിനാണെങ്കിൽ കിച്ചുവിനെ, ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം മോശക്കാരാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഞാനും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുള്ളതിൽ വളരെയധികം വിഷമമുണ്ട്. എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചു വരട്ടെ. പക്ഷേ ഇപ്പോൾ രേണുവിനെക്കാളും വിഷയം രേണുവിൻ്റെ കൂടെ നിൽക്കുന്നവരും കൂടിയൊക്കെ പെടുന്നുണ്ട്. എല്ലാം ഇങ്ങനെ അങ്ങ് ഏറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. രേണുവിൻ്റെ സഹോദരി ഏറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറക്കുക. ആർക്കും തറയിൽ നിൽക്കാനുള്ള കാലതാമസമൊന്നുമില്ല. അതുപോലെ രേണുവിൻ്റെ സഹോദരിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു കേസാണ്. രേണു ഒരിക്കൽ ആദ്യം ഒരു വീഡിയോയിലൊന്ന് പറഞ്ഞു, ഞാൻ 11 വയസ്സ് മുതലേ വളർത്തിയ പയ്യൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല, കാണാൻ പോലും വന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് കിച്ചു, ആ 11 വയസ്സായ പയ്യൻ കിച്ചു ആണല്ലോ, അപ്പം കിച്ചു ഈ പറയുന്ന രമ്യയെ വിളിച്ചിട്ട് രേണുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, ഇപ്പം കാണാൻ പറ്റില്ല എന്നൊക്കെ രമ്യ പറഞ്ഞിട്ടുണ്ടോ? ഇതിന് രമ്യ ഒന്ന് ഉത്തരം പറയണം കേട്ടോ. എല്ലാവരും കൂടി കിച്ചുവിനെ ക്രൂശിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയാൻ ഒരു ആഗ്രഹം, ഒരു ത്വര. പിന്നെ രേണുവിന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, കാരണം രേണു ഫോൺ ഉപയോഗിക്കത്തില്ല. അതും ചാർജറൊക്കെ കുത്തിയിട്ടിരിക്കുന്നതൊക്കെ കണ്ടു. ഓക്കെ, അതൊക്കെ അവിടെ പോട്ടെ. അപ്പോൾ ഫോൺ ഉപയോഗിക്കത്തില്ല, ഫോണിനെ പറ്റിയിട്ട് അറിയത്തില്ല, രേണുവിന് ഫോൺ ആരും കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് രേണു ചിലപ്പോൾ ഇത് അറിഞ്ഞില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞങ്ങ് ഒഴിക്കാം. പക്ഷേ രമ്യ ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം രമ്യയോട് കൂടിയാണ് വിളിച്ച് സംസാരിച്ച സമയത്ത് രമ്യയാണ് പറഞ്ഞത് കാണാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അത് തെറ്റാണെങ്കിൽ രമ്യ വന്ന് സംസാരിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, രമ്യയുടെ അടുത്ത് അങ്ങനെ വിളിച്ചിട്ടില്ല, കിച്ചു അങ്ങനെ വിളിച്ചിട്ടില്ല, കിച്ചു അങ്ങനെ സംസാരിച്ചിട്ടില്ല, കിച്ചു കാണാൻ വരാൻ നിന്നിട്ടില്ല. ഇനി കാണാൻ വന്നപ്പോൾ അവിടെ ഓൺലൈൻ മീഡിയാസൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ആരും കിച്ചു വന്നതായിട്ടുള്ള ഒരു ബൈറ്റ് പോലും പുറത്ത് വിട്ടില്ല. അങ്ങനെ വിടാതിരുന്നത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് വരും. അതുപോലെ തന്നെ എല്ലാം എടുത്ത് കണ്ടന്റാക്കുന്ന ഓൺലൈൻ മീഡിയാസ് എന്തുകൊണ്ട് കിച്ചു വന്നതൊരു ബൈറ്റ് എടുത്ത് പോലും ഒരു ചാനൽ പോലും അവിടെ പുറത്ത് വിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോ എവിടെയോ ചീഞ്ഞ് നാറ്റമുണ്ട്. അത് കിച്ചുവിന് നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കരിവാരി തേച്ചതാണോ, അല്ലെങ്കിൽ കിച്ചു വിളിച്ചപ്പോൾ കാണാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കിച്ചുവിനെ അവിടെ വരുത്തിക്കാതിരിക്കുകയും അങ്ങനെ കിച്ചുവിന് നെഗറ്റീവ് ആവാൻ വേണ്ടി ചെയ്തതാണോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഓൺലൈൻ മീഡിയാസിനും ബാക്കിയുള്ളവർക്കും ഒക്കെ വന്ന് കാണാനുള്ള അവസരങ്ങൾ, സംസാരിക്കാനുള്ള അവസരമൊക്കെ രേണുവിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സായിയൊക്കെ അടക്കം AC ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കാശൊക്കെ കൊടുത്ത സമയത്ത് അവർക്കൊക്കെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം കിട്ടി രേണുവിൻ്റെ അടുത്ത്. എന്നാൽ മകനായിട്ടുള്ള കിച്ചുവിന് മാത്രം അവസരമില്ല, കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വിശദമായിട്ട് പരിശോധിക്കാം. കിച്ചുവിനെ ഇപ്പം പൂർണ്ണ സപ്പോർട്ടൊക്കെ കൊടുത്ത് കിച്ചു ഒരു ബ്രാൻഡൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ബ്രാൻഡിനെയൊക്കെ കൂടെ നിന്ന് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് കൊടുക്കുന്ന 2 പേരുണ്ട്. അവർ ഫാമിലി വ്ളോഗേഴ്സാണ്. ഓക്കെ, അവർ 2 പേരും കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് ട്രെയിനിലൊക്കെ കൂടെ കയറി പോകുന്നു. അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലത്, നടക്കട്ടെ. പിന്നെ കുറേ കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യം, ചെയ്യട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, അപ്പോൾ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, റീച്ചിന് വേണ്ടി അല്ല എങ്കിൽ നല്ല കാര്യം എന്നൊക്കെ. റീച്ചിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും നല്ല കാര്യം, നല്ലതല്ലേ ചെയ്യുന്നത്, നല്ല ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണം. അതിപ്പം റീച്ചിന് വേണ്ടി ആണെങ്കിലും അല്ലെങ്കിലും നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നല്ലത് തന്നെയാണ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അവർ പറയുന്ന കുറേ കാര്യങ്ങൾ കുറേ അധികം കഴമ്പുണ്ട്, കേൾക്കാം. അതിന്റെ അടിയിൽ വന്നത് നിങ്ങൾക്ക് അതിൽ കാണാം. അതല്ലാതെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി ആൾക്കാർ അയച്ചതും ഉണ്ട്. നമ്മൾ പറഞ്ഞ അവനെ മനസ്സിലാക്കണം, രേണുവിനെ പോയി കാണണം, അവനോട് പോയി അമ്മനെ കാണുക, അവനെ 11 വയസ്സ് തൊട്ട് എത്രയൊക്കെയാണെങ്കിലും നോക്കിയതാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയാം. പിന്നെ കിച്ചു പോയി കാണുന്നില്ല എന്നുള്ളത് അത് കിച്ചുവിനാണ് അതിന്റെ കാരണം, സംഭവങ്ങൾ അറിയാം. ഞാൻ അത്രയും വയ്യാണ്ടിരിക്കുകയാണ്, എല്ലാവരും പറയണു കിച്ചു പോയി കാണുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ഒറ്റയടിക്ക് കിച്ചുവിന് എതിരായി തുടങ്ങി. അത്രയും കാലം രേണുവിന് എതിരായി നിന്ന ആളുകളെല്ലാം രേണുവിന് അസുഖം വന്നപ്പോൾ ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റി കിച്ചുവിന് എതിരായി. അത് ഉള്ള ഒരു സത്യമാണ് കേട്ടോ, അത് കറക്റ്റ് കാര്യം പറഞ്ഞു. കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം നേരെ കിച്ചുവിനെതിരായി, കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം നേരെ രേണുവിന് എതിരായി. ഇപ്പോൾ രേണുവിനെ ആദ്യം വിമർശിച്ചുകൊണ്ടിരുന്ന ആൾക്കാരടക്കം പലരും ഓക്കെ, രേണുവിനെ എടുത്തിട്ട് അലക്കിയവരും കമൻറ്റിലൂടെ തെറി വിളിച്ചവരൊക്കെ ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് കിച്ചുവിനെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അതിൽ അവരുടേതായ റീസൺസ് അവർക്കുണ്ടായിരിക്കും. എന്ത് തന്നെയായാലും ഞാനൊരിക്കലും അത് അംഗീകരിക്കത്തില്ല. കാരണം രേണു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഉള്ള അവസ്ഥ വളരെ മോശമാണ്.
പെട്ടെന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരട്ടെ. അല്ലാണ്ട് ചെയ്തു വെച്ചതെല്ലാം ചെയ്തു വെച്ചത് തന്നെയാണ്, അതൊന്നും ഒരിക്കലും മാറത്തില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ രേണു നശിച്ചു പോകണം അല്ലെങ്കിൽ ഇല്ലാണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അത് കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. ശത്രുക്കൾ ആയപ്പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാകരുത് എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതുപോലെ രേണുവിൻ്റെയൊക്കെ കോലം കഴിയുമ്പോൾ സങ്കടം തോന്നും. ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചാലേ കീമോ ഒക്കെ ചെയ്യുന്നതാണ്. കീമോ ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം വീക്കാവും. വളരെയധികം നമുക്ക് പറ്റത്തില്ല, ഒന്നിനും ഒരു ആവതും കാണത്തില്ല. അതുകൊണ്ട് സീരിയസ്ലി എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്ത് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആക്കണം. വർക്കൗട്ട് മീൻസ് ജിമ്മിൽ പോകണമെന്നല്ല, കുറച്ചൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി കിച്ചുവിൻ്റെ കൂടെ ട്രെയിനിൽ അവർ കിച്ചുവിൻ്റെ ബ്രാൻഡൊക്കെ പ്രൊമോട്ട് ചെയ്ത് ടീഷർട്ടൊക്കെ അവൻ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൂടെ പോകാനായിട്ടുള്ള ടീംസിൻ്റെ ഒരു യാത്ര നമുക്കൊന്ന് കാണാം, ട്രെയിൻ യാത്ര. ഓക്കെ, വളരെയധികം ഇതായിട്ട് കിച്ചു വരുന്നുണ്ട്, കിച്ചുവിനെ ഹഗ് ചെയ്യുന്നുണ്ട്, കിച്ചുവിൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, എല്ലാവരുമായിട്ടൊക്കെ പോകുന്നുണ്ട്. കിച്ചുവിൻ്റെ ഫ്രണ്ട്സ് ഇടേ ഇവനൊക്കെയാണെന്ന് എന്നെ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവന്മാരൊക്കെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. നല്ല കാര്യമാണ്, നന്നായിട്ട് നടക്കട്ടെ. എല്ലാം ജീവിതത്തിൽ ഇനി പുതിയ പുതിയ വഴിത്തിരിവുകളുണ്ടാകട്ടെ. മുടകൾ കാണിക്കില്ലേ, പിന്നെ നാറിപ്പോവും, വീണ്ടും നാട്ടുകാരെടുത്തിട്ട് പഞ്ഞിക്കിടും. ഓക്കെ, അങ്ങനെ ചെറുക്കൻ നൈസായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന. ഇതാണ് അവൻ്റെ പുതിയ ടീഷർട്ട് കേട്ടോ. ഇത് സംഭവം കൊള്ളാം, ആന. അപ്പോൾ ഇവനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് മറ്റേ ലേഡി വന്നിട്ട് ഇങ്ങനെ തല തടവി കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട്. അവരിങ്ങനെ BGM ഒക്കെ ഉണ്ട്, BGM മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട്. കണ്ടോ, അവരൊന്ന് ഒരു അമ്മയുടെ തലോടൽ പോലെ അവരങ്ങോട്ട് തലോടുന്നു. അവരിപ്പം വൈറലാണ്, ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് ഒക്കെ കിട്ടി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. നല്ല കാര്യം, നല്ലതാണ്. നിങ്ങൾ നല്ല ചെയ്താൽ നല്ലത് കിട്ടട്ടെ. അല്ലാണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് കുത്തിത്തിരിപ്പുകളായിട്ടുള്ള മറുപടികൾ കിട്ടട്ടെ, അതേ ഞാൻ പറയത്തുള്ളൂ. എനിക്കല്ലാതെ വേറെ മൈൻഡൊന്നുമില്ല, ഒറ്റ മൈൻഡ്. ഇനി അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം. അതന്നെ അവനൊരു വിഷമമുണ്ട്. കാരണം അവൻ പുതിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അവൻ ഒറ്റയടിക്ക് ഒരു ഇതാവായി. ഇതിന് മുന്നേ പല കാര്യങ്ങളും രേണു വയ്യായിക്ക് മുന്നൊക്കെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത, അവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കണം, മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ടല്ല. മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ അവരെ എതിർത്ത് പറഞ്ഞു കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. പെട്ടെന്ന് അവർക്ക് വയ്യായി വന്നപ്പോൾ ഒറ്റയടിക്കാ കൊണ്ടുവന്ന ആൾക്കാരുടെ കിച്ചുവിനെ ഒറ്റയടിക്കും. നമ്മൾ അന്നും ഇന്നും അവന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതെ, പിന്നെ അമ്മേനെ പോയി കാണും, നിന്നെ അങ്ങനെ നോക്കിയതല്ല, വയ്യാത്തതല്ല, അങ്ങനെ അത് അവന് പറയാണ്ട് തന്നെ അവൻ അറിയാമ കാര്യങ്ങളൊക്കെ. പിന്നെ അവനതൊക്കെ പറയാനും ആളുകൾ അവൻ ജീവിക്കുന്നത് അവന്റെ അച്ഛന്റെ വീട്ടിലാണ്. അവിടെ ഒരുപാട് പേരുണ്ട്. അവന്റെ വിഷമങ്ങൾ അവൻ എന്തുകൊണ്ടാണ് പോവാത്ത, അവൻ അവിടെ പോയിരുന്ന ഒരാളല്ലേ, പിന്നെ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതൊക്കെ അവന് മാത്രം അറിയാം. അത് ശരിയാ, അവൻ എന്തുകൊണ്ട് അവിടെ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് അവൻ്റെതായ റീസൺസ് ഉണ്ട്. അവൻ പോകണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം അത് അവൻ്റെ ഇഷ്ടമാണ്. അവൻ പോകണോ വേണ്ടേ എന്നുള്ളത് അവൻ്റെ പേഴ്സണൽ ഒരു ചോയ്സാണ്. ഓക്കെ, അവന് പോകാത്തതിന് അവൻ്റെതായ റീസൺസ് ഉണ്ട്. കാരണം അവന് നല്ലതൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, സ്നേഹവും കിട്ടിയിട്ടില്ല, ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല, നല്ലതൊന്നും ചൂണ്ടിക്കാണിക്കാനായിട്ട് അവന് അവിടെ നിന്നൊരു ജീവിതവും ഉണ്ടായിട്ടില്ല. ആ സ്ഥിതിക്ക് ഓഫ്കോഴ്സ് അവന് ചിലപ്പോൾ അവിടെ പോകാൻ തോന്നുന്നില്ല. അവൻ്റെ തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് രേണു വലിയ അപരാധമാണെന്നും ഞാൻ പറയില്ല. പ്രീവിയസ് ലൈഫിൽ ഫുള്ള് നമ്മൾ കണ്ടതാണ് അപരാധങ്ങൾ. പക്ഷെ ഇപ്പോൾ അവൾ ഒതുങ്ങി പിന്നെ മാന്യമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ സഹതാപമൊക്കെ കിട്ടി, നാട്ടുകാരുടെ സഹതാപമൊക്കെ കിട്ടി, ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് കിച്ചുവിനെതിരെ അവൾ അടിച്ച അവളെ നാശം വീണ്ടും തുടങ്ങിയത്. അത് മണ്ടത്തരമായിപ്പോയെന്നേ എനിക്ക് പറയാനുള്ളൂ. അതിനെ തുടർന്നാണ് രേണു ഇപ്പോൾ നാട്ടുകാരെ തെറിവിളി കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പോൾ രേണുവിനേക്കാളും വിളി കേൾക്കുന്നത് വള്ളിയിലച്ച ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി, അദ്ദേഹമാണ് ഇപ്പോൾ കൂടുതൽ വിളിയും കേട്ടോണ്ടിരിക്കുന്നത്. അവന്റെ വിഷമങ്ങളൊക്കെ മാത്രം തന്നെ അറിയുള്ളൂ. അപ്പൊ അവൻ എന്താ ചെയ്യണമെന്നൊക്കെ അവൻ തന്നെ തീരുമാനിച്ചോളൂ. അത് ശരിയാ, അവൻ എന്ത് ചെയ്യണമെന്ന് അവൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിൽ വേറെ ആർക്കും തലയിടാൻ ഒരു റൈറ്റ്സും ഇല്ല. നമ്മൾ ആദ്യം കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റാണ്. ഈ രേണുവിന് ക്യാൻസർ റീലോ പോസ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഞങ്ങളും അത് കണ്ടായിരുന്നു. ഈ പോസ്റ്റും റീല് കണ്ട വഴിക്കുന്ന ഈ കിച്ചു വേറെ ആരോ സജഷനും പറയെ പിടിക്കുക ചോദിച്ചു, ആരും മോനെ നീ അങ്ങനെ പോയി കാണാൻ അതൊന്നും അവന്റെ ആവശ്യമില്ല. ഇത് കണ്ട വഴിക്ക് അവൻ ഈ പറയുന്ന രേണുവിനെ ഫോം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്? അത് നിൽക്കുന്നത് രേണുവിനെ ഫോം വിളിച്ചു. എടുത്തത് രേണുവിന്റെ സിസ്റ്ററാണ്, ചേച്ചി. അപ്പൊ ഫോൺ വിളിച്ച് എടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇവൻ പറഞ്ഞു അമ്മോട് സംസാരിക്കണം. അപ്പൊ അമ്മോട് സംസാരിക്കപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു പറ്റി, എനിക്ക് അമ്മോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോ പറ്റിയാന്ന് അവര് പറഞ്ഞു. അവര് ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ. ഇത് രേണു എവിടെയെങ്കിലും പറഞ്ഞു അന്ന് വയ്യാണ്ട് അവശ്യമായിട്ട് വയ്യ എന്നെ കാണേണ്ടവര് വന്നില്ല, കിച്ചു എന്നെ അവർക്ക് 15 വയസ്സ് തൊട്ട് ഉണ്ടാക്കിട്ട് വന്ന് ഈ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല, ഞാൻ സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. കേട്ടല്ലോ, അതായത് കിച്ചു അവിടെ രേണുവിൻ്റെ വീട്ടിൽ വിളിച്ച സമയത്ത് രമ്യയാണ് ഫോൺ എടുത്തിട്ടുള്ളത്. രേണുവിൻ്റെ സഹോദരി കിച്ചുവിനെ കാണാൻ അനുവദിച്ചിട്ടില്ല, ഫോൺ പോലും കൊടുത്തിട്ടില്ല. ആ സ്ഥിതിക്ക് എങ്ങനെ അവനെ മാത്രം കുറ്റം പറ്റുത്താൻ പറ്റും?
രമ്യ കാണിച്ചിട്ടുള്ള തൊട്ടി തന്നെ അല്ലേ അവിടെ. ഓക്കെ, നിങ്ങൾ ഫോൺ കൊടുക്കില്ല, മറ്റതാണ് രേണുവിന് ഫോൺ കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇവിടെ വാദിക്കാൻ പോകുന്നത്. അവളെ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് ബാക്കിൽ കിടത്തിക്കൊണ്ട് ഫ്രണ്ടിൽ ഇരുന്ന് വീഡിയോ എടുക്കാനും അവളെ ആഴ്ചയ്ക്ക് വീഡിയോ ചെയ്യിപ്പിക്കാനും റീൽസ് ഇടിപ്പിക്കാനും എല്ലാം നല്ലോണം അറിയാം. പിന്നെ ഇപ്പോൾ 2 ദിവസം ഗ്യാപ്പ്, കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിഷയമാണ്. അതിൻ്റേതായ റെസ്റ്റിലായിരിക്കും രേണു. 2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയി വരും. ഓക്കെ, അതുകൊണ്ട് ഫോണ് കൊടുക്കൂല എന്ന് പറയുന്നത് മോശമാണ്. മോശമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും, എന്നിട്ട് വലിയ വായ്ത്താളം അടിക്കേണ്ട കാര്യമില്ല. രമ്യ കൊടുത്തില്ല, ഓക്കെ, ഫോൺ കൊടുത്തില്ല. രേണു ചിലപ്പോൾ മേ ബി അറിഞ്ഞിട്ടില്ലായിരിക്കും. ഓക്കെ, അറിയാതായിരിക്കും ചിലപ്പോൾ രേണു പറഞ്ഞാൽ അറിയില്ല. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ രേണു തന്നെയാണ് തരേണ്ടത്. എന്തായാലും കൊള്ളാടെ, അന്തർറാസ് കുന്തർറാസ്, അത് കലിപ്പ് തീരാത്ത അവസ്ഥയിലാണ് ഞാനും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അമ്മച്ചിയുടെ മാവും കലവും വേവണ കാര്യം കുറച്ച് ഡൗട്ടാണ്. എന്തായാലും സമയം താമസിപ്പിക്കണ്ട, നമുക്ക് ബാക്കി കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അല്ലേ. ആ സമയത്ത് വേറെ മീഡിയക്കാർ അവിടെ സ്ഥിരം നിൽക്കുന്നുണ്ട്. വേറെ ഒരുപാട് പേര്, അവരൊക്കെ കയറ്റാനും വീഡിയോ എടുപ്പിക്കാനും ഒന്നും ഒരു എന്താ പറയാ ഇൻഫെക്ഷനും കാര്യങ്ങളും ഇല്ല. ഈ ക്ലാവ് അവിടെ ഇവിടെ വരെ വന്നിട്ട് രണ്ടാമതും ആൾക്കാർ ഓരോന്നൊക്കെ പറയുകയും പിടിക്കുക ഒക്കെ ചെയ്ത് എന്തൊക്കെയാണെങ്കിലും അവരൊക്കെ അവനെ അന്ന് കോൾ ചെയ്തിട്ട് അവർ കൊടുത്തില്ല. അവൻ സംസാരിക്കുന്നത് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അത് എവിടെയും ആ ന്യൂസ് പോയില്ല, അവളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് വയ്യാന്ന് കേട്ടപ്പോൾ വളർത്തി 15 വയസ്സിൽ കൊണ്ടു. അതായത് അത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്നല്ലോ, എന്നിട്ട് അങ്ങനെ അവനെങ്ങനെ നെഗറ്റീവ് വരും. പിന്നെ ഇതിപ്പം അവൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവന് നെഗറ്റീവ് വരാമല്ലോ, വരുത്താമല്ലോ. ഏത് അത് ഇതിനേക്കാളും നിന്നെ പോലെ താങ്കളെ പോലെയുള്ള അല്ലെങ്കിൽ ആന്റിമാര് അങ്കിൾമാര് അവർക്ക് ഇത് കാണിക്കുമ്പോ അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവൻ മര്യാദ ഉള്ളത് കൊണ്ട് അവൻ അമ്മാന്ന് ഇപ്പോഴും വിളിക്കുന്നത് കൊണ്ട് അവൻ ആ ഏറ്റവും അതിൽ കുറച്ചെങ്കിലും വേണ്ടിയുള്ള വലിയ കുഴപ്പമില്ലാത്ത ഒരു ചുണ്ടുകളിയും കടിച്ചു പിടിച്ച് മാത്രം നമ്മൾ കാണിച്ചല്ലോ. അതൊന്നും ആരും മറന്നിട്ടില്ല, മറക്കത്തുമില്ല പെട്ടെന്ന്. എങ്ങനെയാടാ ഏതെങ്കിലും മക്കൾക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഇല്ലേ. പിന്നെ വീണ്ടും അതൊന്നും പറഞ്ഞ് വലിച്ചു കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവർ പറഞ്ഞു പോയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കിച്ചു വരാത്തതിൽ ഒരിക്കലും അവന് തെറ്റ് പറയാൻ പറ്റത്തില്ല. അവന് അവൻ്റെതായ റീസൺസ് ഉണ്ട്. ഓക്കെ കിച്ചു പോകാത്തതിന്റെ കാരണം അത് അവനല്ല അറിയും. ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇപ്പൊ കിച്ചു കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സമയത്ത് കുറെ ആൾക്കാർ വന്ന് കിച്ചുവിനെ സംഭവം ഒക്കെ പറയും. നമ്മളെ പോലെ ഒരുപാട് പേര് നമ്മൾ കാര്യങ്ങൾ തന്നെ അപ്പോഴാണ് കിച്ചുവിനെ കുറെ ഇത് പറയും. അതും ആ കൊച്ചിന്റെ അവന്റെ ഫ്യൂച്ചറും ഈ പറയുന്ന പോലെ തന്നെയാണ്. അവനൊരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അവന്റെ ഫ്യൂച്ചറിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അത്. അല്ലെ, ഈ ആളുകൾ വെറുതെ അങ്ങോട്ട് സോഷ്യൽ മീഡിയ ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു. മറ്റേ എന്നിട്ടാണ് പറഞ്ഞിട്ട് വിഷമ ആൾക്കാരുടെ വിഷമങ്ങൾ തീർത്തേന്നൊക്കെ പറഞ്ഞിട്ട് റീൽ ഇട്ടുണ്ടായിരുന്നു. അതെന്തെങ്കിലും ചിലപ്പോൾ കൊളാബോ ഒരാളായിട്ടുള്ള കൊളാബറേഷനിൽ വന്നിട്ടുള്ള ഒരു സാധനം. അല്ലാതെ അവൻ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള പറയുന്ന ഒരു കുട്ടിയല്ല. പക്ഷെ അത് അതിന്റെ പുറകെ മുഴുവൻ അവനെ പൊങ്കാലും അതുവരെ അവനെ പൊക്കി വെച്ചോരും മുഴുവൻ അവനെ പൊങ്കാലും ഇടാൻ വരിക. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവന്റെ ചാനൽ ഒന്ന് പറയും. അവർ പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ള എല്ലാവരെ പോലും ചാനലുകാർക്ക് ഇട്ട് തിന്നായിട്ട് കൊടുത്ത് നടക്കുന്ന ഒരു പയ്യനല്ല അവൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും ബാക്കി ഒരുപാട് ചാനലുകാർ അത് അറിയണതും എവിടെ പോവാണെങ്കിലും ആളുകൾ അവരറിയിച്ചിട്ടാ. പക്ഷെ ഇവ അതൊന്നും ചെയ്യാത്ത ഒരാളാ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ അവൻ എവിടെയെങ്കിലും പോയാലോ അവൻ ആരെ അറിയിക്കാതൊക്കെ പോകും. ഓക്കെ, അത് നല്ല കാര്യം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. പിന്നെ ഇവിടെ ഇപ്പൊ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. രേണു ഒരു സമയത്ത് കള്ളങ്ങൾ പറഞ്ഞ് മെനഞ്ഞു കൂട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ പോലും നാട്ടുകാർ വിശ്വസിക്കുന്നില്ല. ഇത് രേണുവല്ലേ പറയുന്നത്, ഇവള് പറയുന്ന കള്ളമല്ലേ. ഫസ്റ്റ് ഓഫ് ഞാനും ഒക്കെ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എൻ്റെയും മൈൻഡ് സെറ്റ് അതായിരുന്നു. ഇവള് കള്ളം പറയുന്നതായിരിക്കും, മിക്കവാറും എൻ്റെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം നാടകം ക്രിയേറ്റ് ചെയ്ത് വിടിയിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് രേണു പറയുന്ന മിക്ക കാര്യങ്ങളും നമുക്ക് ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആരോടാണെങ്കിലും ഞങ്ങളിപ്പോ ഒരാളെ ഒരു വിഷമിച്ച ഒരാളെ കണ്ടുകഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഇതിൽ പെട്ടിട്ടുള്ള ഒരാളെ കണ്ടുകഴിഞ്ഞാലും നമ്മൾ അവരോട് അവരുടെ ആ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കുത്താനല്ല നിൽക്കണേ. മറ്റുള്ള ചാനൽ മീഡിയക്കാരുടെ പോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ. അതുപോലെ കിച്ചു ഞങ്ങളും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരെ, കിച്ചും കുറെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അവൻ പറ്റുന്ന സമയങ്ങളിൽ അവൻ കോൺടാക്ട് ചെയ്യുന്ന ശേഷം പറയും, അല്ലെങ്കിൽ ലൈക്ക് വരും. പപ്പൂസ് കുറച്ചല്ല അവരായിട്ടും സംസാരിക്കും. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി അപ്പോഴായിട്ട് കണക്ട് ചെയ്യും, സംസാരിക്കും, അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അത് ഞങ്ങളും ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും നല്ല ടച്ചിലിരിക്കട്ടെ. ഈ ഒരു ബോണ്ട് തുടർന്നുള്ള കാലത്തിലും നല്ലോണം പോട്ടെ. ആ പയ്യനൊരു താങ്ങായിട്ട് തുണയായിട്ട് നല്ലത് പറഞ്ഞു കൊടുത്ത് നേർവഴിക്ക് നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓക്കെ, അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിട്ട് അവന് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നത്. നല്ലത് മാത്രം നിങ്ങൾക്കും വരട്ടെ, അവനും വരട്ടെ.
ഇനി വേറൊരു വിവാദമുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നിൻ്റെ ഒരു കേസ്. ഈ രമ്യ എടുത്തിട്ടൊരു ബില്ല് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ബില്ലിൽ 2 ലക്ഷത്തി സംതിങ്ങിൻ്റെ ബില്ല്. അതിൽ മറച്ചൊക്കെ പിടിച്ചിരുന്നപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നി. ഇപ്പുറത്തെ ഡേറ്റ് കാണില്ല, അപ്പുറത്തെ ഡേറ്റ് 2001 2020 എന്താക്കി കിടന്ന് അങ്ങനെ നാട്ടുകാർക്ക് മൊത്തം ഡൗട്ടായി. മൊത്തത്തിൽ അടപടലം തേഞ്ഞട്ടി വീണ്ടും ഇറങ്ങി പോയിരുന്നു. നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥിതിക്ക് രേണുവിൻ്റെ ബില്ല് തന്നെയാണ് അതെന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ അറിയാത്തതുപോലെ ഇരിക്കുന്നത് ശരിയല്ല. ഓക്കെ, അത് രേണുവിൻ്റെ ബില്ല് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ എഴുതി കൊടുത്ത് കാരുണ്യ വഴി തിരിച്ചാൽ ഫണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലോ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, നല്ല കാര്യം, കിട്ടട്ടെ. അപ്പോൾ എന്താണ് ആ ബില്ല്, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ദേവ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഫാർമസി കയറി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അന്വേഷിച്ചപ്പോൾ അത് ഉള്ളത് തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ദേവ് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിലേക്ക് പോയിട്ട് വന്നിരിക്കുകയാണ്. പോയത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാനും മനുവും കൂടിയാണ് പോയത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം രേഷ്മ പി തങ്കച്ചൻ്റെ കീമോതെറാപ്പിയുടെ കൂടെ എടുക്കുന്ന മെഡിസിൻ്റെ ബില്ല് അത് ഒറിജിനലാണോ അത് ഫേക്ക് ആണോ എന്നുള്ളതാണ് ചർച്ചാ വിഷയം. ആ ബില്ല് പൈസ തട്ടിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ബില്ലാണ് എന്നൊരു കൂട്ടർ പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു അത് ഒറിജിനൽ ബില്ലാണെന്ന് പറയുന്നു. അങ്ങനെ പല ലെവലിലുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ബില്ല് കണ്ടപ്പോൾ, ആ ബില്ല് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റ്, ഈ റൈറ്റ് സൈഡിലെ ഡേറ്റാണ് ആദ്യം കണ്ടത്. കാരണം ഈ ചേച്ചിയുടെ കൈ മറിഞ്ഞിട്ട് ഈ ബിൽ ഡേറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡേറ്റ് എന്ന് കാണിച്ചത് 2001 എന്ന് പറഞ്ഞ ഡേറ്റാണ്. ആ ഒരു ബില്ല് ഫേക്ക് ബില്ലായിട്ടൊക്കെ ഫീൽ ചെയ്തു. ഇതേപോലെ എല്ലാവർക്കും തോന്നി, നമുക്കും തോന്നി. എന്നാൽ അത് വീഡിയോ ചെയ്യാൻ നിന്നില്ല. പകരം ചോദിച്ചൊരു ചോദ്യം, ഈ ബില്ല് ഒറിജിനൽ ആണെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാരിന്, ഇവരുടെ കാർഡ് BPL കാർഡാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് സർക്കാരിന് ഇവർക്ക് ഈ ബില്ലിൽ ഒരു കുറവ് വരുത്തി കൊടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ മെഡിസിൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റാത്തത്? BPL കാർഡുകാർക്ക് അങ്ങനെ കൊടുക്കാനുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിലില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഞാനോട് ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 ദിവസം കൊണ്ട് ഈ വിഷയം അന്വേഷിക്കാൻ പോകാൻ പറ്റാത്തത്. ഇന്ന് ഈ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട്, SAT ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് ഈ വിവരം അന്വേഷിക്കാൻ പോയി. ഞാനും മനും കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു സ്റ്റാഫ് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുമായിരുന്നു. അവരോട് ഞങ്ങൾ ഈ കാര്യം ചോദിച്ചു, ഈ ബില്ല് കാണിച്ചിട്ട് ഈ മെഡിസിൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഈ മെഡിസിൻ ഇവിടെ ഉണ്ട്. ഈ ബില്ല് അവരുടെ സൈൻ തന്നെയാണ് ആ ബില്ലുണ്ടായിരുന്നത്. ഞങ്ങളോട് സംസാരിച്ച ആ സ്റ്റാഫിൻ്റെ സൈൻ തന്നെയാണ് ആ ബില്ലിലുണ്ടായിരുന്നത്. അവർ പറഞ്ഞു ഞാനാണ് ഈ ബില്ല് കൊടുത്തത്, മെഡിസിൻ കൊടുത്തത് ഞാൻ തന്നെയാണ്. 2,57,000 രൂപയാണ് എൻ്റെ ആക്ച്വൽ പ്രൈസ്. അതിൽ നിന്ന് 54,000 സംതിങ് എമൗണ്ട് വേവ് ചെയ്തിട്ട് 2,02,600 രൂപയ്ക്കാണ് ഈ മെഡിസിൻ അവർക്ക് കൊടുത്തിരുന്നത്. സോ ബില്ല് ഫാബ്രിക്കേറ്റഡ് അല്ല. അത് ഞങ്ങൾ നേരിട്ട് പോയി സംസാരിച്ച് അറിഞ്ഞ കാര്യമാണ്. ഈ വിഷയത്തിൽ ഈ ഒരു ചർച്ച ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ബില്ലിൻ്റെ കാര്യത്തിൽ അവർ ഒരു തട്ടിപ്പും കാണിച്ചിട്ടില്ല. സോ അത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു, ഡേറ്റ് കാണുന്നില്ല, ബിൽ നമ്പർ കാണുന്നില്ല, അങ്ങനെ വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ട്, കാരണം ഇത് രണ്ടും ആ ചേച്ചിയുടെ കൈ വെച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനഃപൂർവ്വം മറിഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്, കൈ പിടിച്ച സമയത്ത് സംഭവിച്ചു പോയതായിരിക്കാം, ഈ പറഞ്ഞ ബില്ല് കാണിച്ച കൂട്ടത്തിൽ സംഭവിച്ചു പോയതായിരിക്കാം. അപ്പോൾ അത് മറിഞ്ഞതുകൊണ്ടാണ് പല ആൾക്കാർക്കും അതൊരു ഫാബ്രിക്കേറ്റഡ് ബില്ലായിട്ടും. കാര്യം രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന പേര് ബോൾഡായിട്ട് കാണിക്കുന്നു, എറൗണ്ട് എമൗണ്ട് എന്നുള്ളത് ബോൾഡായിട്ട് കാണിക്കുന്നു, ടോക്കൺ നമ്പർ ബോൾഡായിട്ട് കാണിക്കുന്നു, ബാക്കിയെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സംഭവങ്ങളെല്ലാം അധികം ബോൾഡ് അല്ലാണ്ട് മങ്ങിയ ഒരു അക്ഷരത്തിൽ കാണിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് ചിന്തകൾ പോകുന്നു, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത ബില്ലാണ്, പൈസ തട്ടിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചിന്തകൾ പോകുന്നു. അങ്ങനെ വലിയ ചർച്ചയായിട്ട് മാറുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് പോയത്. ശരിക്കും 2 ദിവസം മുന്നേ തന്നെ പോകേണ്ടതായിരുന്നു, പക്ഷേ ഇവിടെ ഇല്ലായിരുന്നുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. ഇന്ന് രാവിലെയാണ് ഞാൻ എത്തിയത്, അതുകൊണ്ടാണ് അല്പം വൈകിപ്പോയത്. എന്തായാലും ഈ വിഷയം ബില്ലിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാൻ അത് ഒരിക്കൽ കൂടി പറയുവാണ്. രേഷ്മ പി തങ്കച്ചൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം അവരുടെ അസുഖം അറിയുന്നതിന് മുൻപ് ഒരുപാട് പ്രാവശ്യം എതിർത്തും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ആ ബില്ല് ഫേക്ക് അല്ല എന്നുള്ള കാര്യം ഞങ്ങൾ നേരിട്ട് പോയി സംസാരിച്ച് അറിഞ്ഞ കാര്യമാണ്. തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. അവിടെ പോയി കണ്ടു എന്ന് പറയാൻ വേണ്ടി ഈ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ വയ്ക്കാം, ആ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടുന്ന് വോയിസ് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ സംവിധാനമൊന്നുമില്ല. കാരണം നമ്മൾ പോയത് ഒരു ഗവൺമെൻറ് സെക്ടറിലേക്കാണ്. സോ അവിടുന്ന് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള പ്രൊവിഷനൊന്നുമില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തതും കോൾ റെക്കോർഡ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഞങ്ങളോട് പറഞ്ഞ അറിവാണ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ അവരോട് വേറൊരു കാര്യം ചോദിച്ചു, ഇവർക്ക് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഇനി കിട്ടാൻ സാധ്യതയുണ്ടോ? അത് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കാര്യം ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ എന്നുള്ളത് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതിന് റീഇംബേഴ്സ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അതൊക്കെ ഇവർ ഈ പറയുന്ന കാരുണ്യ പദ്ധതി വഴിയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഫണ്ട് വഴിയോ ഒക്കെ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. അതിന് കാലതാമസം എടുക്കുമായിരിക്കും. കാരണം സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയ്ക്ക് അത് ഇന്നലെ അത് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലതാമസം എടുക്കുന്നത് കൊണ്ടും ഇവരുടെ അസുഖത്തിൻ്റെ തീവ്രത അത്രയും കൂടുതലായതുകൊണ്ടുമാണ് ഇത്തരം ഫണ്ടുകളുടെ പുറകെ പോകാതെ അവർ തന്നെ കയ്യിൽ നിന്ന് കാശെടുത്ത് അടയ്ക്കുന്നതാണ് സായി പറഞ്ഞത്. സോ അത് ഒരുപക്ഷെ സായി അവിടെ വിളിച്ച് അന്വേഷിച്ചറിഞ്ഞതായിരിക്കും. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ്റെ ഫാമിലിയെ വിളിച്ചറിഞ്ഞ കാര്യമായിരിക്കാം. അതുകൊണ്ടാണ് സായി അത് വ്യക്തമായിട്ട് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വിഷയത്തിൽ, ഈ ഒരു കാര്യത്തിൽ
ഇനി ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഇനി ഒരു ചർച്ച ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങളുടെ താല്പര്യമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. ബില്ല് ഫേക്ക് അല്ല. അതോടൊപ്പം തന്നെ അവരുടെ അസുഖം എത്രയും വേഗം ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് വിമർശിക്കേണ്ടതിന് വിമർശിക്കാം. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിമർശിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ആ സത്യം നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പുതിയ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അത് ആ റിസീപ്റ്റൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ രേണു. നിനക്ക് അസുഖത്തിൽ നിന്നൊക്കെ മാറി മുന്നോട്ട് വരാൻ ഉള്ള എല്ലാവിധ ആരോഗ്യവും ഐശ്വര്യമൊക്കെ ദൈവം തരട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കും. രേണുവിൻ്റെ കുടുംബത്തിനും മനസ്സമാധാനം കിട്ടട്ടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ. വീട്ടിൽ ഒരാൾക്കൊരു ഇതുപോലത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സമാധാനം എല്ലാം പോവും. പ്രത്യേകിച്ച് രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വന്നെന്ന് അറിഞ്ഞപ്പോൾ രേണുവിൻ്റെ അച്ഛനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സഹതാപവും കാര്യങ്ങളൊക്കെ കാണിച്ചത്. എന്നാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ തന്നെ മണ്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞ അഹങ്കാരങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ ജനങ്ങൾ നിങ്ങളെ വെറുത്തു. നിങ്ങൾ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടി വച്ചു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. വെറുതെ ഇരുന്ന ഒരു പയ്യനെ അതിൻ്റെ അകത്ത് വലിച്ചിടുന്നു കിച്ചുവിനെ. അങ്ങനെ പല രീതിയിലും മണ്ടത്തരങ്ങൾ കാണിച്ചു. കൂടെ ആരൊക്കെയോ നിന്ന് നിങ്ങളെ പിരികേറ്റി വിടുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അൻഷാദിനെ പോലെയുള്ള നാറികളൊക്കെ. അപ്പം അങ്ങനെ ഓരോരുത്തരും കൂടെ ഒന്ന് പിരികേറ്റി വിടുന്നതിനെ തുടർന്ന് നിങ്ങൾ ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് തുറന്ന് പച്ചയ്ക്ക് പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ ഒറ്റ എണ്ണത്തിന് വിവരം ബോധമില്ല. അത് തന്നെയാണ് ഇത്രയും വലിയ പടുകുഴിയിൽ പോയി ഓരോ സമയത്തും വിഴുന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്ദീപിനെതിരെ കേസ് കൊടുത്തെന്നൊക്കെ അറിഞ്ഞ് മണ്ടത്തരമാണ്. ഏതിന് റീൽസ് എതിരെ കേസ് കൊടുത്തെന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ അത് പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യത്തിന് കൊടുത്തിട്ട് എന്ത് കിട്ടാൻ പോകുന്നു? മണ്ടത്തരത്തിന് മേളിൽ മണ്ടത്തരം മാത്രം. വാ പൊട്ടിക്കാൻ നോക്കുന്നതിനേക്കാളും സ്വന്തം ചെവിയിലെ അഴുക്ക് കിണ്ടി കളയാൻ നോക്ക്. അതായത് കൂടെ നിൽക്കുന്ന കുറേ വിവരദോഷികളല്ല, കുറേ അതിബുദ്ധിമാന്മാരും ബുദ്ധിമതികളും നിങ്ങളെ കുഴിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞു തന്ന് പിരികേറ്റി വിടുന്ന ടീംസിനെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ചാനലുകാരായാലും ആരായാലും കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നത് പോലെ നിന്നിട്ട് നിങ്ങളുടെ ഓരോ ഇൻ്റർവ്യൂ എടുത്ത് അവർ റീച്ച് ഉണ്ടാക്കാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. അവിടെ വെള്ളത്തിലാവുന്നത് മൂഞ്ചുന്നത് നിങ്ങളാണെന്നുള്ള ഒരു സാമാന്യ ബോധം സ്വയമേ നിങ്ങൾക്കുണ്ടാവുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കൂടുതലായിട്ടൊന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.